തദ്ദേശം 2025 അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയുമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചാലുശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡായ പാലക്കൽ പീടികയിലാണ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി അബ്ദുൾ ഗഫൂറിനോടൊപ്പമാണ് നാം ഇന്നുള്ളത്. ചാലുശ്ശേരി പഞ്ചായത്തിൽ പാലക്കൽ പീടിക 4-ാം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ അബ്ദുൾ ഗഫൂർ എന്ന കാസിം. നാടിന്റെ വികസനത്തിനായി വോട്ട് തേടി ചാലുശ്ശേരിയിലെ തേനീച്ച കർഷകൻ അബ്ദുൾ ഗഫൂർ. പ്രവാസ ജീവിതത്തിലെ തന്റെ അനുഭവ സമ്പത്തും കാർഷിക സ്നേഹവുമാണ് പാലക്കൽ പീടിക വാർഡിലെ LDF സ്ഥാനാർത്ഥി അബ്ദുൾ ഗഫൂറിന്റെ മുതൽക്കൂട്ട്. ചാലുശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡായ പാലക്കൽ പീടികയിൽ ഈ വരുന്ന വാർഡ് തിരഞ്ഞെടുപ്പിൽ നാടിന് കൈത്താങ്ങാകാൻ മത്സര രംഗത്തിറങ്ങുന്നത് ജനകീയൻ അബ്ദുൾ ഗഫൂർ എന്ന നാട്ടുകാരുടെ കാസിം. ചാലുശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് താങ്കളുടെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് പറയാമോ? ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്നു മുതൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. 1-ാം ഘട്ടം എല്ലാ വീടുകളിലും കയറി 1410 വോട്ടാണ് ഇവിടെ ഉള്ളത്. എല്ലാ വോട്ടർമാരെയും കണ്ട് നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2-ാം ഘട്ടം ഭാഗികമായും 3-ാം ഘട്ടം ഭാഗികമായും നമ്മൾ വീടുകൾ കയറി. എല്ലാവരും നല്ല അഭിപ്രായമാണ്, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു എന്ന് എല്ലാവരും എന്നോട് വ്യക്തമായി പറയുകയും ചെയ്തു. പേഴ്സണലായിട്ടും അല്ലാതെയും എല്ലാ വീട്ടുകാരെയും എല്ലാ മക്കളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും കണ്ടു. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിലൂടെ നേടിയ അനുഭവ സമ്പത്തും മണ്ണിനോടുള്ള സ്നേഹവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് കരിമ്പ സ്വദേശി പുത്തൻവീട്ടിൽ അബ്ദുൾ ഗഫൂറിന്റെ കൈമുതൽ. കാർഷിക രംഗത്തും ചാരിറ്റിയിലുമെല്ലാം നാട്ടിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ അബ്ദുൾ ഗഫൂർ ഇപ്പോൾ ഒരു വിജയകരമായ തേനീച്ച കർഷകനാണ്. തേനീച്ച കൃഷിക്ക് പുറമെ തെങ്ങ്, കവുങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും അദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഈ വാർഡിന്റെ കാർഷിക ഉന്നമനത്തിന് തീർച്ചയായും പ്രചോദനമാകും. കർഷക സംഘം ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അബ്ദുൾ ഗഫൂർ. കൂടാതെ CPIM കരിമ്പ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. കാർഷിക പ്രവർത്തനങ്ങൾക്കപ്പുറം അബ്ദുൾ ഗഫൂർ നാട്ടിലെ സജീവമായ ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി നന്മ സാധു സംരക്ഷണ സമിതി പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയാണ് അബ്ദുൾ ഗഫൂർ. ചികിത്സാ സഹായ വിതരണങ്ങൾ, അർഹരായവർക്ക് പെൻഷൻ, ആഘോഷനാളുകളിൽ വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചും പൊതു ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചും അദ്ദേഹം ഇതിനോടകം ജനമനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞു. പാവപ്പെട്ടവർക്ക് തണലായ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം വാർഡിന്റെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന കാര്യം തീർച്ചയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം എന്ന സന്ദേശവുമായി നിരവധി വികസന പദ്ധതികളും അബ്ദുൾ ഗഫൂറിന്റെ മനസ്സിലുണ്ട്. അപ്പുകുട്ടൻ റോഡ്, കുഞ്ഞുകുട്ടൻ റോഡ്, ചെറിയൻ റോഡ്, മാധവൻ റോഡ് എന്നിങ്ങനെ ഗ്രാമീണ റോഡുകളുടെ നവീകരണമാണ് പ്രധാനമായും ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ വാർഡിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കാത്തതിനാൽ നാശോന്മുഖമായി കിടക്കുന്ന നെല്ലിക്കുളത്തിന്റെ പൂർണ്ണമായുള്ള നവീകരണവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കൽ പീടികയിൽ അതിപുരാതനമായ ഒരു കുളമാണ് നെല്ലിക്കുളം. 100-120 കൊല്ലത്തെ പഴക്കമുള്ള കുളമാണ്. പല പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിലേക്ക് അതിന് കള്ളാസ് എഴുതി കൊടുത്തു. പല ഘട്ടങ്ങളിലായി കൊടുത്തു. പല ഗ്രാമസഭകൾക്കും നമ്മൾ കൊടുത്തു. പക്ഷേ ഒന്നിനും ഒരു നല്ലൊരു മറുപടി നമുക്ക് തന്നില്ല. അവസാനം അവർ തൊഴിലുറപ്പേരെ വിളിച്ചിട്ട് അതിനുള്ളിൽ ചണ്ടി കോരിക്കളഞ്ഞു. എന്നാൽ അത് പടുത്ത് 2 സൈഡും കെട്ടി അതൊരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഇതേവരെ പഞ്ചായത്തിൽ നിന്നാക്കിയില്ല. ഞാൻ ഇത് ബോർഡ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുളത്തിനാണ് ആദ്യം മുൻഗണന കിട്ടുക. ആ കുളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആക്കി കൊടുക്കും. പ്രവാസി എന്ന നിലയിൽ ലോകത്തെ അടുത്തറിയാൻ സാധിച്ച അബ്ദുൾ ഗഫൂർ ആ അറിവുകൾ നാടിന്റെ വികസനത്തിനായി ഉപയോഗിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കൽ പീടിക വാർഡിലെ വോട്ടർമാർ. തേനീച്ചക്കൂട്ടിലെ ഐക്യം പോലെ തന്റെ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് അബ്ദുൾ ഗഫൂർ പറയുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് താനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എത്രത്തോളം വിജയപ്രതീക്ഷയാണ് താങ്കൾ ഇവിടെ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാമോ? വിജയശതമാനം 100% നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം വീട്ടിൽ കയറിയ വീടുകളിലെല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എല്ലാ വോട്ടർമാരും നേരിൽ കാണുന്നതിനും അവരായിട്ട് സംസാരിക്കാനും എല്ലാം നമ്മൾ സമയം കണ്ടെത്തിയിട്ട് അവരുടെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി വരെ അവരുടെ കൂടെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പരിഹരിക്കും നമ്മൾ.
അബ്ദുൾ ഗഫൂറിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത സ്ഥാനാർത്ഥിയിലേക്കുള്ള യാത്ര തുടരുകയാണ് നമ്മൾ. ക്യാമറമാൻ ആകാശ് പെരുമണ്ണൂരിനോടൊപ്പം മാളവിക സുധാകരൻ, വിറ്റ്നസ് ന്യൂസ്.